പാവർട്ടി പഞ്ചായത്തിലെ 4-ാം വാർഡിലെ കായ്ക്കര റോഡ് തകർന്ന നിലയിലായതോടെ യാത്രാ ദുരിതത്തിലായി പ്രദേശവാസികൾ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക പ്രവേശന മാർഗമാണ് ഈ റോഡ്. വലിയ വാഹനങ്ങളുടെ നിരന്തര സഞ്ചാരത്തെ തുടർന്ന് പലയിടങ്ങളിലും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് 4-ാം വാർഡിൽ താമസിക്കുന്ന അബ്ദുൽ ഖാദർ സംസാരിക്കുന്നത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് ഒരു 10-14,000 രൂപ ഞങ്ങൾ പിരിച്ചിട്ട് ഇവിടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഈ മഴക്ക് ടിപ്പർ ലോറി മറ്റുള്ള സാധനങ്ങൾ എല്ലാം ഇതിനെ കടന്നു പോയിട്ട് ആ റോഡ് മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മേലധികാരികൾ ഇതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് നടക്കാൻ, വണ്ടി പോയില്ലെങ്കിലും നടക്കാനുള്ളൊരു സംവിധാനം ഇതിനുണ്ടാക്കി തരണം. കാരണം എന്ന് വെച്ചാൽ ഒരു രോഗി ആർക്കെങ്കിലും ഒന്ന് വയ്യാണ്ടായാൽ ഒരു വണ്ടി വിളിച്ചാൽ പോലും ഈ റോഡിലേക്ക് വരില്ല. 1/2 കിലോമീറ്ററോളം ഞങ്ങൾ അങ്ങോട്ട് ഏറ്റുകൊണ്ടിരുന്നു. ആകനാലെ കൂടി പോണത് എൻ്റെ ഒരു വണ്ടിയാണ്. അതെന്നെ പാമ്പഴയണ മാതിരിയാണ് ഈ വണ്ടി റോട്ടിൽ കൂടി പോണത്. അത്രയും മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് വിചാരിക്കണം. റോഡിലൂടെ കാൽനടയായി പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലും ഈ റോഡിലൂടെ എത്താൻ മടിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അവർ പരാതിപ്പെട്ടു. എളവള്ളി പഞ്ചായത്തിന്റെയും പാവർട്ടി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വർഷങ്ങളായി തുടരുകയാണെന്നും ബന്ധപ്പെട്ട അധികാരികളെ പലതവണ പരാതി അറിയിച്ചിട്ടും വ്യക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഒരു പഞ്ചായത്ത് മറ്റൊന്നിലേക്ക് ഉത്തരവാദിത്വം ചൂണ്ടിക്കാട്ടി കൈയൊഴിയുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു. കായ്ക്കര റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ എളവള്ളി പാവർട്ടി നമ്മൾ യോജിക്കുന്ന പാവർട്ടിയിലെ കായ്ക്കര റോഡെന്നും എളവള്ളിയിലെ നെഹ്റു റോഡെന്നും പറയുന്ന റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം മോശമായി കിടക്കുക. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് എളവള്ളി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം പാവർട്ടി മെമ്പറുമായി 4-ാം വാർഡ് മെമ്പറുമായി പോയിട്ട് അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞത് അവിടെ എളവള്ളി പഞ്ചായത്തിൽ ഇത് നെഹ്റു റോഡ് എന്ന പേരിൽ ആസ്തിയിൽ ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ആളത് നമുക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യ ഘട്ടത്തിൽ ഇതിൽ മണ്ണടിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ നമ്മൾ നാട്ടുകാരായിട്ട് ഒന്ന് കൂടിച്ചേർന്നത് അടിക്കുകയായിരിക്കും നന്നാവുക എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ എളവള്ളി മെമ്പറുണ്ട്, ആ മെമ്പറായിട്ടൊന്ന് സംസാരിച്ചു. ലിസി വർഗീസ് എന്ന് പറഞ്ഞ ആളുടെ പേര്. അപ്പോൾ ആളായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എളവള്ളിയിലെ വീടുകളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്കിത് ടാറിങ് നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ ശ്രമിക്കണില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്.